അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. അല്ലാഹു ബഹുമാനിച്ച ചില സ്ഥലങ്ങളുണ്ട്, ചില സമയങ്ങളുണ്ട്. സമയങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു ബഹുമാനിച്ച സമയങ്ങളെക്കുറിച്ചും ബഹുമാനിച്ചതിനെല്ലാത്തിനെ കുറിച്ച് ഓരോ മുഅ്മിൻ പഠിച്ചിരിക്കണമെന്നുള്ളതാണ്. മഗ്രിബി ഇശാഇന്റെ ഇടയിലുള്ള ഒരു സമയം പരിശുദ്ധമായ ദീൻ വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ചില കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് വലിയ ഒരു അപകടത്തിലേക്കാണ് നമ്മെ ചെന്നെത്തിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് മക്കളുള്ള വീടൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം ആ സമയമൊക്കെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് മുത്തായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്. മഗ്രിബിൻ്റെ ഇശാഇൻ്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട ഒരു 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ കാര്യം കൃത്യമായി പഠിക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ എല്ലാവരിലേക്കും ഈ ഒരു അറിവ് എത്തണം, അവരും ഇത് പഠിക്കണം എന്നുള്ളൊരു വിശാലമായ മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാം. ലൈക്ക് ചെയ്തതുകൊണ്ട് ഉസ്താദിന് 1 രൂപ പോലും കിട്ടാൻ പോകുന്നില്ല, നിങ്ങൾക്ക് 1 രൂപ പോലും നഷ്ടപ്പെടാനും പോകുന്നില്ല. മറ്റുള്ളവരിലേക്കത് എത്തി അവരും ആ ഇൽമു പഠിച്ച് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഇരുവർക്കും അതിൻ്റെ പ്രതിഫലം കിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമത്, മഗ്രിബ് ഇശാഇൻ്റെ ഇടയിൽ നമ്മുടെ ജീവൻ്റെ ജീവനായ നമ്മുടെ പൊന്നുമക്കൾ, നാം എന്നും ആഗ്രഹിക്കുന്നതാണ് ഒരിടത്തും നമ്മുടെ മക്കൾക്ക് ഒരു പ്രയാസവും വരാൻ പാടില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് ഓരോ മാതാപിതാക്കൾ. എന്നാൽ ആ പൊന്നുമക്കളെ മഗ്രിബിൻ്റെ ഇശാഇൻ്റെ ഇടയിൽ പുറത്ത് വിടരുത് എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത വീടായിരിക്കാം നിങ്ങളുടെ ഉമ്മയുടെ വീട്, അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളുടെ വീട്, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ, അനുജൻ, ഇങ്ങനെ നിങ്ങളുടെ കുടുംബങ്ങളുടെ വീട് ചിലപ്പോൾ തൊട്ടടുത്ത വീടുകളായിരിക്കാം. അവിടെ ഉമ്മയുണ്ടല്ലോ, അവിടെ പെങ്ങളുണ്ടല്ലോ, ഒന്ന് പോയി വരട്ടെ. ഒരിക്കലും മഗ്രിബിൻ്റെ ഇശാഇൻ്റെ ഇടയിൽ നമ്മുടെ പൊന്നുമക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കരുത്. അത് മാരകമായ രോഗങ്ങളിലേക്കും അപകടങ്ങളിലേക്കും നമ്മുടെ മക്കളെ ചെന്നെത്തിപ്പിക്കും. നമ്മുടെ വീട്ടിൽ മനസ്സമാധാനം നഷ്ടപ്പെട്ട് നിത്യം മക്കളെ രോഗികളാകാൻ അതൊക്കെ കാരണമാകും. മുത്തായ റസൂലാണ് പഠിപ്പിക്കുന്നത് ഇതൊക്കെ. മഗ്രിബിൻ്റെ ഇശാഇൻ്റെ ഇടയിൽ നമ്മുടെ പൊന്നുമക്കൾ ആരും പുറത്തു പോകരുത് എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മുടെ വളർത്തു മൃഗങ്ങളുണ്ടല്ലോ, ആ മൃഗങ്ങൾ മഗ്രിബിൻ്റെ മുമ്പായി തന്നെ അതിനെ വീട്ടിലേക്ക് എത്തിക്കണം. ആ വളർത്തു മൃഗങ്ങൾ മഗ്രിബിൻ്റെ ശേഷം പുറത്തുവിടാൻ പാടില്ല. അതും ശൈത്താൻ ബാധ ഏൽക്കാൻ കാരണമാകും. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത്, മഗ്രിബിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ വീടിൻ്റെ കവാടങ്ങൾ, വീടിൻ്റെ ജനലുകളൊക്കെ അടച്ചിരിക്കണമെന്നുള്ളതാണ്. കാരണം ആ സമയത്ത് ശൈത്താൻ പറക്കുന്ന ഊരിടുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ശൈത്താൻ്റെ ശർനൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം എന്ന് പറഞ്ഞുകൊണ്ട് കവാടങ്ങളെല്ലാം അടക്കുക. ഇത് നമ്മുടെ വീടിനൊരു സംരക്ഷണയാണ്. അള്ളാഹു നമ്മുടെ വീടിൽ വലിയ ബർക്കത്ത് അള്ളാഹു നൽകട്ടെ. നാലാമതായി നാം ശ്രദ്ധിക്കേണ്ടത്, മഗ്രിബ് ഇശാഇൻ്റെ ഉള്ള സമയം ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. ആ സമയത്ത് ധാരാളം ദിക്റുകളെ കൊണ്ട്, ഖുർആനുകളെ കൊണ്ട്, ഹദ്ദാദ് റാത്തീബുകളെ കൊണ്ട് നമ്മുടെ വീട് ധന്യമാക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്, ഇശാവും മഗ്രിബും അത് കൃത്യമായി ഇമാം ജമാഅത്തോടു കൂടി തന്നെ നിസ്കരിക്കുക. പുരുഷന്മാർ പള്ളിയിലേക്ക് പോവുക. ഈ കാര്യങ്ങളെല്ലാം നാം ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിൽ എന്നും ഐശ്വര്യവും സന്തോഷവും റാഹത്തും, എന്നും വീട്ടിൽ വലിയൊരു ബർക്കത്തുണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.